ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. തത്സമയം ഞങ്ങൾ വീണ്ടും വന്ന് ഇവിടെ ഭരണസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് വീണ്ടും വെടിക്കെട്ട് നടത്താം എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇത് മാത്രമല്ല, ഇനി മറ്റു ചില കാര്യങ്ങൾ വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ സ്പെഷ്യൽ കുടകളുമായി വരുന്ന ആൾക്കാരെ കമ്മീഷൻ തടയുണ്ടായി. കുടമാറ്റം കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ആ സമയത്ത് കുടകളുമായി വന്നു കുടകൾ അകത്തേക്ക് അനുവദിക്കാതെ അവിടെ ചടഞ്ഞു നിർത്തി. അവിടെ വലിയൊരു സംഘർഷം ഉണ്ടായി അവിടെ. അതുപോലെ തന്നെ ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്ന ആൾക്കാർ അവരോടും വളരെ മോശമായ രീതിയിൽ പെരുമാറി. ഇങ്ങനെയൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി. എനിക്ക് വ്യക്തിപരമായി കൂടി അന്ന് രാവിലെ വെടിക്കെട്ട് നടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് അവിടെ നിൽക്കുന്നൊരു ഉദ്യോഗസ്ഥൻ ഇതേമാതിരി ചോദിച്ചു, നിങ്ങൾ പേര് പറഞ്ഞിട്ട് പോകണം, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്, ഒരു അത്യാവശ്യം കാര്യത്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും എന്നോട് പറയുന്നു, പ്രസിഡൻ്റല്ല ആരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പോവുകയാണെങ്കിൽ തിരിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയും ചെയ്യും തിരിച്ചു വരികയും ചെയ്യും, ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇത്തരം പെരുമാറ്റങ്ങൾ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മാറിയാലേ ഇനി പൂരം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പോലീസെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ അവർ വെച്ചോട്ടെ, പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവ പെരുമാറാൻ അവർ പാടില്ല. മാത്രമല്ല കുറേ കൂടി ജനകീയമാവണം. പല വീഡിയോസും അതിന് മുമ്പ് കണ്ടു, മുമ്പുള്ളവരൊക്കെ എങ്ങനെയാണ്, മുമ്പുള്ള ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെയാണ് പൂരം നടത്തിയിരുന്നത്, ജനങ്ങളുമായി വളരെ നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തി എത്ര നല്ല രീതിയിൽ നടന്നു പോയിരുന്നു എന്ന് നാം പല വീഡിയോസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ പൂരം നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ പൂരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശ്ശൂർ വന്നപ്പോൾ വളരെ ലേറ്റായിട്ടും കൂടി രാത്രി അദ്ദേഹം ഞങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സമയം നൽകി. ഒരുപാട് നേരം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില കാര്യങ്ങൾ, ദേവസ്വത്തിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അതും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ ആ പ്രശ്നവും കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സംസാരിച്ച് ഉടൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഞങ്ങൾക്ക്. തൃശ്ശൂർ പൂര വിവാദത്തിൽ പ്രതികരണം നടത്തുകയായിരുന്നു തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ മാധ്യമങ്ങളോട്.